आगे पीछे प्रॉब्लम प्रॉब्लम है प्रॉब्लम डोंट वरी हाय हाय बी हैप्पी हाय हाय डोंट वरी बी हैप्पी बाहर है प्रॉब्लम अंदर है प्रॉब्लम आगे पीछे प्रॉब्लम പ്രോബ്ലം ഹേ പ്രോബ്ലം. എൻ്റെ ദൈവമേ, ഞാൻ ഈ കോഴികളെ വലവീശി പിടിക്കാൻ പെടുന്ന പാട് നീ കാണുന്നില്ലേ? എനിക്ക് കോഴികളെ പിടിക്കാൻ ഒരു കോഴിക്കണി അതെവിടെ കിട്ടും? എവിടെ കിട്ടാൻ? അന്വേഷിച്ച് നടന്ന് കാല് കുഴയുകയല്ലാതെ എന്ത് ഫലം? നമ്മളെ മാവും പൂക്കും. എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസാ. വെയിറ്റ് ആൻഡ് സീ. ഇന്നെങ്കിലും അതിനൊരു മാർഗം കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, പോയി നോക്കാം. അല്ല, ഇതാര്? കുക്കുടൂസോ? രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി അടിപൊളിയായി സൂപ്പർ തട്ടിപ്പിന് ഇറങ്ങിയിരിക്കുകയാണല്ലേ. ഇന്ന് ഏത് വഴിക്കാ? വാട്ട് ഈസ് യുവർ ടുഡേസ് പ്ലാൻ? ഓ ഗോഡ്, ആണ്ടിച്ചേട്ടൻ്റെ ഇംഗ്ലീഷ് ഭയങ്കരം തന്നെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അത്ഭുതം. എന്താ ഇത്രയ്ക്ക് അത്ഭുതപ്പെടാൻ? വാട്ട്സ് റോങ്? അല്ല ആണ്ടിച്ചേട്ടാ, ആണ്ടിച്ചേട്ടൻ ഇത്രയ്ക്ക് ഇംഗ്ലീഷൊക്കെ അറിയാമെങ്കിൽ ഈ കടയിൽ ചൊറിയും കുത്തിയിരിക്കേണ്ട ആവശ്യമുണ്ടോ? വല്ല കലക്ടറോ ഡോക്ടറോ കണ്ടക്ടറോ ആയിക്കൂടായിരുന്നോ? കളിയാക്കല്ലേ മോനെ. നീ പറഞ്ഞതിനൊക്കെ പോവാനേ കോളേജിലൊക്കെ പോയി വലിയ പഠിപ്പൊക്കെ പഠിക്കണ്ടേ? വേണം. കൂടുതൽ പഠിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിച്ചില്ല. അതിന്റെ സങ്കടം എനിക്ക് ഇന്നുണ്ട്. എന്റെ കുട്ടികളെ ഞാൻ സ്കൂളിൽ പറഞ്ഞേക്കുന്നുണ്ട്. അവരെ ഞാൻ പഠിപ്പിച്ച് വലിയവരാക്കും. എന്തായാലും തന്നെപ്പോലെയാവാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ ഞാൻ ഈ ഇംഗ്ലീഷൊക്കെ പറയണത് ഇവിടെ നിന്ന് പഠിച്ചതാ. ഇവിടെ പല ഭാഷക്കാരും പല നാട്ടിൽ നിന്നും സാധനങ്ങൾ മേടിക്കാൻ വരും. അവരോട് സംസാരിച്ചാ ഞാനിത് കുറച്ച് ശരിയാക്കി എടുത്തത്. അങ്ങനെയാണെങ്കിൽ ആണ്ടിച്ചേട്ടാ, എനിക്കും ഇംഗ്ലീഷ് നന്നായി പഠിക്കണമെന്നുണ്ട്. ഞാനും ചേട്ടൻ്റെ കൂടെ ഒരു സഹായിയായിട്ട് ഈ കടയിൽ നിന്നോട്ടെ, ജസ്റ്റ് ഫോർ എ ചേഞ്ച്. വേണ്ട വേണ്ട, തന്നെ ഈ പരിസരത്ത് തന്നെ കണ്ടുപോകരുത്. നീ ഇവിടെ നിന്നാലേ എന്റെ കോഴികളുടെ എണ്ണം കുറഞ്ഞ് തന്റെ വണ്ണം കൂടും. തനിക്ക് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ വല്ല സ്കൂളിലോ കോളേജിലോ പോയി ചേർന്ന് പഠിക്ക്. മോൻ എന്തിനാ വന്നത്? അച്ഛാ, എനിക്ക് കുറച്ച് ചെറിയ ആണിയും പശയും വേണം. എന്താ മോനെ, നിന്റെ പുതിയ യന്ത്രത്തിന്റെ പണി ഇതുവരെ തീർന്നില്ലേ? ഇല്ലപ്പാ, ഒരല്പം കൂടി പണി ബാക്കിയുണ്ട്. അതും കൂടി ഇന്ന് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തീർക്കണം. എന്നിട്ട് അതും കൊണ്ട് സ്കൂളിൽ പോയി ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കണം. ശരി മോനെ, ഇന്ന് ആണിയും പശയും. അല്ല ആണ്ടിച്ചേട്ടാ, സ്കൂളിൽ ഹെഡ് മാസ്റ്ററെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞ ആ സാധനം എന്തുവാ? എടോ, എന്റെ മകൻ അപ്പു പഠിക്കാനും മിടുക്കനാ, കണ്ടുപിടുത്തത്തിലും മിടുക്കനാ. അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിവു സമയങ്ങളിൽ പല പല ചെറിയ ചെറിയ യന്ത്രങ്ങളും നിർമ്മിച്ചുകൊണ്ടിരിക്കും. അതെന്തൊക്കെയാ? ചെറിയ ചെറിയ ടർബൈനുകൾ, പിന്നെ രസകരമായ കളിക്കോപ്പുകൾ. ദാ ഇപ്പോ സ്കൂളിലേക്കായി എലികളുടെ ശല്യം കാരണം പുതിയൊരു മോഡൽ എലിക്കളി നിർമ്മിച്ചു കൊണ്ടിരിക്കുക. അത് കൊള്ളാമല്ലോ. അങ്ങനെയാണെങ്കിൽ ആണ്ടിച്ചേട്ടാ, നമ്മുടെ നാട്ടിൽ പടർന്നു പന്തലിച്ച ചിക്കൻ ഗുനിയ പരത്തുന്ന കൊതുകുകളെ തുരത്താൻ പറ്റുന്ന വല്ല യന്ത്രവും കണ്ടുപിടിച്ചൂടെ? എടോ, കൊതുകുകൾക്ക് വളരാനുള്ള സാഹചര്യം മനുഷ്യർ തന്നെയാടോ ഒരുക്കി കൊടുക്കുന്നത്. കൊതുകുകൾ മുട്ടയിട്ട് പെരുകാനുള്ള സാഹചര്യം ആരും തന്നെ ഒരുക്കരുത്. മലിനജലം കെട്ടിക്കിടക്കാൻ ആരും തന്നെ അനുവദിക്കരുത്. പിന്നെ നീ പറഞ്ഞ കാര്യം അത് ഞാൻ അവനോടൊന്ന് പറഞ്ഞു നോക്കാം. ആണ്ടിച്ചേട്ടൻ ഒന്ന് പൊങ്ങി. ഞാൻ കാണിച്ചു തരാം. കൂട്ടിന്ന് ചത്ത ഒരു കോഴിയെപ്പോലും എന്നെ കൊണ്ട് തൊടിക്കാത്ത ദുഷ്ടൻ. ആണ്ടിച്ചേട്ടാ, ഞാൻ പോയിട്ട് പിന്നെ വരാം. പോയി വരണമെന്നില്ല, കള്ള കുറുക്ക. മരം കൊത്തിയാണ്. എത്ര പാടുപെട്ടാണ് അവൻ വീട് പണിയുന്നത്.